അതിഗംഭീരമായൊരു തോൽവിയിലൂടെ നമ്മൾ പോകുന്നത്. വല്ലാതെ റെസ്റ്റ് ഇതൊക്കെ അങ്ങനെ അപ്പടി ഞാൻ കണ്ടു. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇതെന്ന് പറഞ്ഞ പോലെ. ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ആകെ ഏതാ ബെസ്റ്റ് നിന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണ് മറ്റേ ചങ്ങായി കളിച്ച്. എന്താ നമുക്ക് ഇങ്ങനെ അറ്റാക്കിയാലേ ഇന്നേക്കാലം. അതിന് അവൻ അതിൻ്റെ ഇത് തീർത്തും ഡെവലപ്പ് ചെയ്യാല്ല. എന്താ ചെയ്യുക എനിക്കറിയില്ല. ഇത് വല്ലാത്തൊരു ഇടങ്ങാറാണ് ഈ ചങ്ങായിമാരെ കൊണ്ട് ഇങ്ങനെ സ്കോളർ മേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാട്ടി ആകെ പണി കിട്ടും. ഭയങ്കര ഒരു ഞാൻ ഇതിനെ പ്രിവെൻറ്റ് ചെയ്തിടാം. അങ്ങോട്ട് മൂവ് ചെയ്യേണ്ടിന്ന് വലക്കാം. ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്താലാണ് ഇങ്ങോട്ടും ടേക്ക് ചെയ്താൽ ടേക്ക് ചെയ്യാലോ. സൂക്ഷിച്ച് കളിച്ചണം. ഇതെന്താ ഇതിന് ടേക്ക് ചെയ്താൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനും പോവും. അപ്പോൾ കണ്ടു മനസ്സിലായി. ബുദ്ധിമാൻ ഇനി ഞാൻ എങ്ങോട്ട് നീക്കിയാലും ടേക്ക് പോകേണ്ട പ്രൊട്ടക്ഷനും പോവും. യു ആർ എ ജീനിയസ്. ഇങ്ങോട്ട് നീക്കണേ നല്ലത്. ഇതുള്ളപ്പോൾ ഒരു സേഫായിട്ട് കാണാമെന്ന്. ഇങ്ങോട്ട് തന്നെ നീക്കാൻ അറിയില്ല. പോയി എന്താട്ടാ നല്ലിച്ച് ഇതിനെടുക്കാം. അത് നല്ലൊരു ഐഡിയ. ഞാൻ പോലും അറിയാതെ ഞാൻ നല്ലൊരു മൂവ് കളിച്ചു. കോമിക് ഇത് ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എൻ്റെ നൈറ്റ് വേണ്ടാണ്ട് കുഴപ്പമില്ല. നല്ല സൂക്ഷിക്കണം. പക്ഷെ എനിക്ക് കുറേ കണ്ട് ശീലമായിക്കണു. ഈ ഫോണ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം പടയെ വേണ്ടിയെന്ന്. അതപ്പോൾ സങ്കടമായത്. അതാണ് ഇപ്പോൾ നമ്മളൊരു ബാഡായി നിൽക്കുന്നത്. ഓ മൂസ് പ്രൊമോട്ട് ഗീവ് മി എ ഫ്രീ ബി. ഇനിയിപ്പോൾ ഇതിനെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക? ഇതിനെങ്ങോട്ട് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക? ഇല്ല, ഇത് പറ്റൂല. അതാ പ്രൊട്ടക്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും നന്നായി. പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. റുക്കിലത് ഡയഗണലായി. എടാ എന്താടാ എനിക്കിനി ഇതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റൂല അല്ലേ? ഇവൻ്റെ ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല നമുക്ക്. അല്ല ഇതിപ്പോൾ ഇവിടെ കൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങോട്ട് എങ്ങനെയാലും ക്യാൻസൽ ചെയ്യണം. ഓ ബ്രോ പെർമിറ്റഡ് മീ. ഓഫ് റെസിഗ്നേഷൻ. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ജയിച്ചാൽ. എനിക്ക് മനസ്സിലായി. അല്ലാതെ ഒന്നും നടക്കില്ല. കമ്മൽ എന്താ അപ്പത്തിനും വേറെ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? കാരണം എന്താ നമ്മൾ പൊട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ കളിയിൽ അവൻ എന്തൊക്കെയാണ് മെസ്റ്റപ്പ് ചെയ്തു. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ ഈഗോല്ല ചങ്ങാതിക്കാരം. പോയി പണി നോക്ക്. ഇവിടെ എത്ര തോറ്റൊരു ഭാഗത്തേക്കാണ് കൊയ്യ. ഞാനിപ്പോൾ 1,573 കയറിയിട്ടുള്ളൂ. 2 കിലോ തുടത്തുമ്പത്തിലേറെ 2 കിലോ കൂടിയില്ലേ? ഒന്ന് നമ്മൾ നോക്കി നോക്കാം. E4 സാധാ ഒരു സംഭവമാണ്. E4. അപ്പോൾ നമ്മൾ E5 കളിച്ചു. ഓന് സ്കോളർ മീറ്റിന് വേണ്ടിയിട്ട് അത്രയ്ക്ക് ആൾക്കാർക്ക് പരിചയമില്ലാത്ത F3 കളിച്ചു. ക്വീൻ ടു F3 നമ്മളൊന്നും ചെയ്തില്ല. കഴിഞ്ഞ കളിയിൽ നമ്മൾ ഗെയിം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതേ കളി കളിച്ചെങ്കിൽ നമ്മൾ നൈറ്റ് ടു C6 ആണ് കളിച്ചത്. അതായത് ഇതാണ് നമ്മൾ കളിച്ചത്. പക്ഷേ മെഷീൻ പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല മൂവ്. അപ്പോൾ ഈ കളിയിൽ നമ്മൾ ഇത് കളിച്ചു. ഓന് ഈ സെഗ്മെൻറ്റിൻ്റെ ഈ പ്ലാനോട് തന്നെ ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തു. നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങോട്ട് പോകലായിരുന്നു ഏറ്റവും നല്ലത്. പക്ഷേ ഓനക്കത് അറിയാതെ തോന്നുന്നു. ഓനത് പോകണവിടെ അത് തടഞ്ഞു. കുഴപ്പമില്ല. നമ്മൾ ഒരു ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തു. ഓന് ഇതിനെ അറ്റാക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നത് മെഷീൻ ഇങ്ങോട്ട് പോകലാക്കാൻ ഒന്നുകൂടി നല്ലതായി കാണിക്കുക. എന്നാൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഫോൺ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ബിഷപ്പിനെ പുറത്ത് കൊണ്ടുവരാം. പക്ഷേ ഞാൻ അറിയാതെ ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു. എന്താ ചെയ്യുക? ഓരോ നേരത്തെ ഓരോന്ന് തോന്നും. ഇത് സെൻറ്റർക്ക് ഇതായി നമ്മൾ എടുത്തു. കാരണം എന്താ വെച്ചാൽ നമുക്ക് എടുക്കാമല്ലോ. എന്താ വെച്ചാൽ ഓന് ഈ പോണോട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ ബിഷപ്പ് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇതിനെടുക്കാമായിരുന്നു. പക്ഷേ ഓൻ ഇതിനെ പുഷ് ചെയ്തു ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പോലും അറിയാതെ ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് ഒരു നല്ല മൂവ് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യും. ബിഷപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും മൂവ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പോണിനെ ഗെയിൻ ചെയ്യും. തന്നെ ഉണ്ടായത് നൈറ്റ് ടു A5. എടാ എനിക്ക് എൻപസാൻഡ് നല്ല പൂതികളാ. ഞാൻ അതേ ഫയൽ ഇട്ടു. ഓൻ അറിയാതെ അത് മറന്നിട്ട് ചെയ്തു. റൊക്കിനെടുത്തു റിസൈൻ ചെയ്തു.